വികസനം കടന്നു ചെന്നിട്ടില്ലാത്ത തവനൂരിനെ അവിടെയുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ച്, അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് കൈത്തറി ചർക്കയും നൂലും കൊടുത്ത് നൂൽ നൂൽക്കാൻ പഠിപ്പിച്ചത് കേളപ്പജിയാണ്. ഇതിന്റെ ഭാഗത്തുള്ള കെട്ടിടം പൂർണ്ണമായി തകർത്തു. ആ തകർക്കപ്പെട്ട കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ ഏതൊരു ദേശസ്നേഹിയുടെയും ഏതൊരു യഥാർത്ഥ ഗാന്ധിയന്റെയും നെഞ്ചകം തകർന്നു പോകും. അതിന്റെ തൊട്ടുപുറത്ത് തന്നെ വേറൊരു കസേര കാണാം. അത് കേളപ്പജി ഇരുന്നിരുന്ന കസേര. ആ കസേരയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. ആ കസേരയുടെ ചുവട്ടിൽ വലിയൊരു ഗർത്തമാണ്. അത് പട്ടി മാന്തിയെടുത്തുണ്ടാക്കിയ ഗർത്തമാണ്. ആ പട്ടി പ്രസവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രകാരമുള്ള ഈ ത്രിമൂർത്തികളുടെ ഒരു സംഗമസ്ഥാനം ഭാരതത്തിൽ എവിടെയുമില്ല. വളരെ അപൂർവമായ ഒരു ത്രിമൂർത്തി സംഗമ സ്ഥാനമാണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ തിരൂർ ദിനേശാണ്. ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ്. തവനൂർ, തിരുനാവായ, ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമുള്ള ഈ ഗ്രാമങ്ങളിൽ മാഘമാസത്തിൽ 4-5 ദിവസങ്ങളിലായിട്ട് ആഘോഷപൂർവ്വം നടത്തുന്ന ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഘമക മഹോത്സവത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്. അതുപോലെ ത്രിമൂർത്തി സ്നാനഘട്ട് പൈതൃക വികസന സമിതിയുടെ അധ്യക്ഷനാണ്. ഒരു ഗ്രാമത്തിൻ്റെ സമഗ്ര വികസനം ആ ഗ്രാമത്തിലെ പൈതൃകം, ആ ഗ്രാമത്തിലെ ചരിത്രം, ഐതിഹ്യം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഗ്രാമത്തിൽ അത്തരം പൈതൃകങ്ങളെ തകർത്തുകൊണ്ട് ഒരു വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് വികസനത്തിൻ്റെ മറവിലുള്ള ഒരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പൈതൃകത്തെ തകർക്കുക, ആ ചരിത്രത്തെ തകർക്കുക എന്ന ലക്ഷ്യം ആ വികസനത്തിൻ്റെ മറവിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ, തവനൂർ ഗ്രാമങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വികസനം കടന്നു ചെന്നിട്ടില്ലാത്ത തവനൂരിനെ അവിടെയുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ച്, അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് കൈത്തറി ചർക്കയും നൂലും കൊടുത്ത് നൂൽ നൂൽക്കാൻ പഠിപ്പിച്ചത് കേളപ്പജിയാണ്. അങ്ങനെ കേളപ്പജിയുടെ ചരിത്രത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം അവിടെയായിരുന്നു. കേളപ്പജി മരണപ്പെട്ടു. കേളപ്പജി മരണപ്പെട്ട ശേഷം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണ ചുമതല ഖാദി കോഴിക്കോട് സർവോദയ സംഘത്തിനായി. അവിടെ എല്ലാ വർഷവും സർവോദയ മേള നടക്കാറുണ്ട്. ഗാന്ധിയന്മാരാണ് എന്ന് പറയപ്പെടുന്ന കുറേ ആളുകൾ എല്ലാവരും കൂടി ഫെബ്രുവരി മാസത്തിൽ ചേർന്നിരുന്ന് രഘുപതി രാഘവ രാജാറാം എന്നും പാടി പിരിഞ്ഞു പോകുന്ന ഒരു സർവോദയ മേളയാണ് ഇപ്പം നടക്കാറുള്ളത്. അവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഖാദിയെക്കുറിച്ചോ ഒരു ചർച്ചയും നടക്കാറില്ല. ഒരു വഴിപാട് പോലെ ഒരു അനാഥാവസ്ഥ സർവോദയ സംഘത്തിൻ്റെ കീഴിലുള്ള ഈ കേളപ്പജിയുടെ സ്മരണയുള്ള ശാന്തി കുടീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അനാഥമായി കിടക്കുന്ന ഈ ഭൂമി എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം നേരത്തെ ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ ആ സങ്കല്പം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് കൊണ്ടുവച്ച പാലത്തിന് അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് കേളപ്പജിയുടെ ശാന്തി കുടീരത്തിൻ്റെ മധ്യഭാഗത്തു കൂടിയാണ്. 1 ഏക്കർ ഭൂമി ഇപ്പോൾ ഇല്ല, വളരെ കുറച്ച് 60 സെൻറ്റേ ഉള്ളൂ. ബാക്കി ഭൂമി എവിടെ പോയി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗത്തുള്ള കെട്ടിടം പൂർണ്ണമായും തകർത്തു. ആ തകർക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ ഏതൊരു ദേശസ്നേഹിയുടെയും ഏതൊരു യഥാർത്ഥ ഗാന്ധിയന്റെയും നെഞ്ചകം തകർന്നു പോകും. അവിടെ കേളപ്പജിയുടെ വിരലടയാളം പതിഞ്ഞ പഴയ ചർക്ക ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹം ഭൂദാനവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു സമരം നടത്തിയിരുന്നു, ഉപവാസം. അതെവിടെ വെച്ചായിരുന്നു? അദ്ദേഹം കിടന്നിരുന്ന ആ കട്ടിൽ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു പഴയൊരു മേശയുണ്ട്. മേശയുടെ മീതെ നമുക്ക് ഒരു ചിത്രം കാണാം. ആ ചിത്രം പൊടി പിടിച്ച് കിടക്കുന്നു, ചളി പുരണ്ട് കിടക്കുന്നു. അതാദ്യം ആളുകൾ സംശയിക്കും ഇത് കേളപ്പജിയാണോ എന്ന് സംശയിക്കും. പക്ഷെ കേളപ്പജിയല്ല. കേളപ്പജിയുടെ സന്തത സഹചാരിയായ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനി പുന്നക്കൽക്കുട്ടി ശങ്കരൻ നായരുടെയാണ്.
അതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ വേറൊരു കസേര കാണാം. അത് കേളപ്പജി ഇരുന്നിരുന്ന കസേര. ആ കസേരയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. ആ കസേരയുടെ ചുവട്ടിൽ വലിയൊരു ഗർത്തമാണ്. അത് പട്ടി മാന്തിയെടുത്തുണ്ടാക്കിയ ഗർത്തമാണ്, ആ പട്ടി പ്രസവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെരുച്ചാഴി മാന്തിയ മണ്ണും കാര്യങ്ങളും കൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ നമുക്കവിടെ, ദയനീയമായൊരവസ്ഥ. ത്രിമൂർത്തി സ്നാനഘട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിമൂർത്തി ഇത് തവനൂരിൻ്റെ ഒരു വിഷയമല്ല, മലപ്പുറം ജില്ലയുടെ വിഷയമല്ല. കേളപ്പജിയുടെ ഈ സ്മാരകത്തിൽ റോഡല്ല വേണ്ടത്. തവനൂർ മനക്കിൽ നിന്നും വാസുദേവൻ നമ്പൂതിരി കേളപ്പജിക്ക് വിട്ടുകൊടുത്തത് ഗാന്ധി പ്രവർത്തനത്തിനും സർവോദയ പ്രവർത്തനം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഹരിജനോദ്ധാരണത്തിനും മറ്റുമായി സാമൂഹ്യമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നടുവിലിവിടെ ഒരു റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് കേളപ്പജിയുടെ ജീവിത ദർശനങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഗ്രാമവികസനം ലക്ഷ്യമിട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നതെങ്കിലും ഈ പാലം ഗ്രാമവികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തവനൂർ കടവിൽ നിന്നും തിരുനാവായ കടവിലേക്ക് അല്ലെങ്കിൽ തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് നേരെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ന് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ പകുതി പണം മാത്രമാണ് ഇതിന് വരികയുള്ളൂ എന്നാണ് വിദഗ്ധരായ ആളുകൾ പറഞ്ഞത്. മെട്രോ ശ്രീധരൻ സാറ്, പത്മശ്രീ ശ്രീ ശ്രീധരൻ, അദ്ദേഹം ഈ ഭൂമി സന്ദർശിച്ചു. ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം. അതുപോലെ തന്നെ നമ്മുടെ സമിതിയുടെ സെക്രട്ടറി പ്രദീപ് തവനൂരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഭൂമിയെല്ലാം പരിശോധിച്ച സമയത്ത് വൈകല്യം നിറഞ്ഞ, ഭാവിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ഒരു പാലമാണിത്. ഉടൻ തന്നെ അദ്ദേഹം അതിനെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു. ഇത് തെറ്റാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഒന്ന്, എത്രയോ ഇരട്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ അമിതമായി ചെലവഴിച്ചൊരു പാലം, അതിൻ്റെ പുറമെ ഒരു പൈതൃകത്തെ തകർത്ത ഒരു പാലം, അതിനുമുമ്പരി കേളപ്പജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ തകർത്തുകൊണ്ടുള്ള ഒരു പാലം. ഇത് തെറ്റാണ്. നിലവിൽ തവനൂരിൽ നിന്നും തിരുനാവായയിൽ നിന്നും തവനൂരിലേക്കുള്ള കടവിലേക്ക് ഒരു പാലം, അത് വളരെ കൃത്യമായിട്ട് ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, വകുപ്പ് മന്ത്രി റിയാസിന് കത്തയച്ചു. ഈ കത്തെല്ലാം വാങ്ങിവെച്ച് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും താങ്കൾക്ക് മറുപടി ലഭിക്കും എന്ന മറുപടി കത്തോട് മറുപടിയല്ലാതെ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്, കരിങ്കല്ലിൻ്റെ കുറ്റി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശാന്തി കുടീരത്തിൻ്റെ പകുതി ഭാഗം പൊളിച്ചു നീക്കിയത്. ഇതിനെല്ലാം KT ജലീൽ നേതൃത്വം നൽകിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഇപ്പുറത്തുള്ള തെക്ക് ഭാഗത്തുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചറക്ക കിടക്കുന്ന ആ കെട്ടിടം പൂർണ്ണമായിട്ടും അടുത്ത വർഷം സ്വാഭാവികമായ ഒരു മരണം, ഇപ്പോൾ മരണമണി മുഴങ്ങി നിൽക്കുകയാണ് അതിന്. അപ്പോൾ ഏതു നേരം തകർന്നു വീഴും. തൊട്ടപ്പുറത്ത് ഏതാണ്ട് 37 സ്ത്രീകൾ, 37 കുടുംബങ്ങളെ പോറ്റുന്ന 37 സ്ത്രീകൾ നെയ്ത്ത് നടത്തുന്നുണ്ട്, ഖാദി നെയ്ത്ത് നടത്തുന്നുണ്ട്. സർവോദയ സംഘത്തിൻ്റെ ഖാദി ബോർഡിൻ്റെ, കോഴിക്കോട് ഖാദി ബോർഡിൻ്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇവിടെ റോഡ് വരുന്നതോട് കൂടിയിട്ട് ആ സ്ഥാപനവും നഷ്ടപ്പെടും. റോഡ് വന്നു കഴിഞ്ഞാൽ പുതിയ കെട്ടിടം ചെറിയ സ്ഥലത്തെങ്കിലും അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം റോഡിന് പ്രത്യേക മീറ്റർ വിട്ടിട്ട് വേണം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേളപ്പജിയുടെ സ്മാരകം തകർക്കുക എന്നുള്ളതാണ്. ഇത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമരത്തെയും ധീര ദേശാഭിമാനികളായ ഈ രാജ്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിന് മനഃപൂർവ്വം ബോധപൂർവം കരുതിക്കൂട്ടി എത്രയോ കാലം മുമ്പ് എടുത്ത തീരുമാനം ഇന്ന് KT ജലീൽ മുഖേന ഇന്ന് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്ത് തവനൂർ പഞ്ചായത്തും വടക്ക് ഭാഗത്ത് തിരുനാവായ പഞ്ചായത്തുമാണ്. അപ്പോൾ തിരുനാവായ പഞ്ചായത്തിൽ നിന്നും തവനൂർ പഞ്ചായത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ തവനൂർ പഞ്ചായത്തിൽ നിന്നും തിരുനാവായ പഞ്ചായത്തിലേക്ക്, തിരുനാവായ പഞ്ചായത്തിൽ നിന്നും തവനൂർ പഞ്ചായത്തിലേക്ക് വരേണ്ട ആളുകൾക്ക്, ഗ്രാമവാസികൾക്ക്, അവർക്ക് ഈ ഗ്രാമങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ 2 ബസ് മാറി കയറണം. ബസ് കാത്തുനിൽപ്പിൻ്റെ സമയം ഉൾപ്പെടെ 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇതിന് വിനിയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുനാവായയിൽ എത്തിച്ചേരുന്നവർക്ക് ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ ദർശന പുണ്യം പൂർണ്ണമാവുന്നതിന് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം.
ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന തീർത്ഥാടകന് കേരളത്തിനകത്തും പുറത്തുനിന്നും ഈ 3 ക്ഷേത്രങ്ങളിലും ആളുകൾ വരാറുണ്ട്, ഭക്തജനങ്ങൾ വരാറുണ്ട്. അങ്ങനെ തെക്കേക്കരയിൽ വരുന്ന തീർത്ഥാടകന് ആ തീർത്ഥാടന ലക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ തിരുനാവായയിലും വരണം. അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം അത് വേണമെന്ന ഒരു ആവശ്യത്തിന് 1/4 നൂറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട്. തിരുനാവായയിൽ തന്നെ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അപ്രോച്ച് റോഡോടുകൂടിയ ഒരു പുരാതന കടവുണ്ട്. ആ കടവിൽ നിന്നും പഴയ കാലത്ത് തെക്കേ കടവിലേക്ക് ഒരു തോണിയാത്രയാണ് നടന്നിരുന്നത്. തെക്കേ കടവിലെത്തിയാൽ അവിടെ നിന്നുമുണ്ട് ഒരു അപ്രോച്ച് റോഡ്. പഴയ കാലത്ത് ചരക്കുകളെല്ലാം 2 ഗ്രാമങ്ങളിലേക്ക് നീക്കം ചെയ്തിരുന്നതും ഈ കടവിലൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ കാലമായി, 1/4 നൂറ്റാണ്ടിലേറെ കാലമായി ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇനി ആ പാലം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നേരെ ചില ഭൂമി അക്വയർ ചെയ്ത് കടന്നു ചെല്ലുന്നത് കേളപ്പജിയുടെ സ്മൃതി കുടീരത്തിലേക്കാണ്. കേളപ്പജി സ്വാതന്ത്ര്യാനന്തരം ഖാദിയുടെയും അതുപോലെ തന്നെ ഹരിജനോദ്ധാരണത്തിൻ്റെയും ഭൂദാനവുമായി ബന്ധപ്പെട്ടും സാക്ഷരതയുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു ഭൂമിയാണ് ശാന്തി കുടീരം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. ഈ ശാന്തി കുടീരം ഭൂമി ഏതാണ്ട് 1 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു പഴയ സമയത്ത്. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം തവനൂര് തൻ്റെ ഗ്രാമസ്വരാജ്, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമതായിരുന്നു, ഗ്രാമസ്വരാജ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് ഗ്രാമങ്ങളിൽ നിന്നുമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജവഹർലാൽ നെഹ്റുവിനോട് പറയുന്നുണ്ട്, ഭാരതം ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, അപ്പോൾ ഗ്രാമത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ് ആവശ്യം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്. ആ ഗ്രാമസ്വരാജ് തൻ്റെ പ്രയത്നത്തിൽ കൂടി ഏതെങ്കിലും ഗ്രാമത്തെ തന്നെ പുനരുദ്ധരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായിട്ടാണ് കേളപ്പജി തവനൂരിലെത്തി ഈ തവനൂരിൽ അതിനു വേണ്ട പ്രവർത്തനം നടക്കുന്നത്. തവനൂരിൽ വാസുദേവൻ നമ്പൂതിരി, തവനൂർ മനക്കിൽ വാസുദേവൻ നമ്പൂതിരിയെ കണ്ടു. അദ്ദേഹത്തോട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏതാണ്ട് 1 ഏക്കർ ഭൂമി തവനൂർ മനക്കിൽ നിന്നും കേളപ്പജിക്ക് സൗജന്യമായി വിട്ടുകൊടുത്തു. അവിടെ ഒരു കുടിലുണ്ടാക്കി. ആ കുടിലിൽ ജീവിച്ചായിരുന്നു കേളപ്പജി തൻ്റെ ഖാദിയുടെയും സർവോദയ സംഘത്തിൻ്റെയും, ആ കാലത്ത് അദ്ദേഹം സർവോദയ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അവിടെ ഇരുന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം അവിടെയായിരുന്നു. ഭാരതത്തിലെ ഏക ത്രിമൂർത്തി സ്നാനഘട്ടാണ് തിരുനാവായയിലും തവനൂരിലുമായുള്ളത്. ഭാരതപ്പുഴയുടെ തെക്കേക്കരയിൽ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രവും അതുപോലെ വടക്കേക്കരയിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും. ഈ 3 ക്ഷേത്രങ്ങൾ ഗണിതശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ്. ഇതിന് രേഖ വരച്ചു കഴിഞ്ഞാൽ ഇതിന് ത്രികോണ ഭാവമാണുള്ളത്. ത്രികോണ ഭാവസ്ഥാനങ്ങളിലാണ് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രമുള്ളത്. ഇപ്രകാരമുള്ള ഈ ത്രിമൂർത്തികളുടെ ഒരു സംഗമസ്ഥാനം ഭാരതത്തിൽ എവിടെയുമില്ല. വളരെ അപൂർവമായ ഒരു ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ത്രികോണാകൃതി, അതായത് ഈ ത്രിമൂർത്തി സ്നാനഘട്ട് ശ്രീചക്രത്തെ ഉയർത്തിക്കാണിക്കുന്നതാണ്. വിശ്വാസപ്രകാരം ഇത് ശ്രീചക്രത്തിൻ്റെ ഭാവത്തിലുള്ള ഒരു ക്ഷേത്രങ്ങളാണ്. മധ്യേ ഭാരതപ്പുഴ ഒഴുകുന്നത് കൊണ്ട് ഇതിന് ശക്തി സ്വരൂപം എന്ന ഒരു വിശേഷണം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ തവനൂർ തിരുനാവായ ഭാരതപ്പുഴയ്ക്ക് കുറുകെ തവനൂർ തിരുനാവായ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടെൻഡറെല്ലാം ക്ഷണിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തവനൂരിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെങ്കിൽ ആദ്യം ജനങ്ങൾ മുന്നോട്ട് വെച്ച അലൈൻമെൻറ്റിൽ നിന്നും വ്യത്യാസമായി തിരുനാവായ കടവിൽ നിന്നും ഏതാണ്ട് 200 മീറ്ററിനുള്ളിൽ പടിഞ്ഞാറോട്ട് മാറി അവിടെ നിന്നും നേരെ ഭാരതപ്പുഴയുടെ കുറുകെ, അതും വളഞ്ഞ് മഴവില്ല് പോലെ വളഞ്ഞ് ആ പാലം എത്തിച്ചേരുന്നത് തവനൂർ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്.
1178 മീറ്റർ നീളവും 11 മീറ്റർ വീതിയിലുമാണ് ആ പാലത്തിൻ്റെ പ്ലാൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. തവനൂർ MLA KT ജലീലിൻ്റെ സ്വപ്ന പദ്ധതിയാണിത് എന്നാണ് KT ജലീൽ അവകാശപ്പെടുന്നത്. എന്നാൽ ആ ഒരു പാലത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് ഏത് രീതിയിൽ അത് വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ ത്രിമൂർത്തി സ്നാനഘട്ടിലെത്തുന്ന തീർത്ഥാടകരെ ഏറ്റവും കൂടുതൽ അവരുടെ വിശ്വാസങ്ങളെ തകർക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ത്രിമൂർത്തി സ്നാനഘട്ട് ശ്രീചക്ര സ്വഭാവത്തിലുള്ളതാണെന്ന്. ആ ശ്രീചക്രത്തെ ഭേദിക്കുന്ന തരത്തിൽ സ്ഥിരമായോ സ്ഥായിയായോ യാതൊന്നും ഉണ്ടാകരുത്, ഒരു പാലം പോലും ഉണ്ടാകരുത്, അത് ഒരു കട്ടിങ്ങോടുകൂടി ഒന്നും ഉണ്ടാകരുത് എന്നാണ് വിശ്വാസം. അങ്ങനെ ഒരു കട്ടിങ്ങോടുകൂടി വല്ലതും സ്ഥിരമായോ സ്ഥായിയായോ വന്നു കഴിഞ്ഞാൽ അത് ത്രിമൂർത്തി ആ ശ്രീചക്ര ഭാവത്തിൻ്റെ അതിന് ഭംഗം വരും. ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പൈതൃക സങ്കല്പം തകർന്നു പോകും. അപ്പം ആ പാലത്തിൻ്റെ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് പ്രകാരം, ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം ഈ ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന സങ്കല്പത്തെ തകർക്കുന്ന തരത്തിലാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം.